ഹേയ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളൊരു കുഞ്ഞു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ആപ്ലിക്കേഷൻ്റെ സൈസാണ് കേട്ടോ ഞാൻ ചെറുതാണെന്ന് പറഞ്ഞത്. ആപ്ലിക്കേഷൻ്റെ ഉപയോഗം വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലേ സ്റ്റോറിലോട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് പോകുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ ഇൻസ്റ്റാൾ പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് എന്താണെന്ന് പറഞ്ഞേക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മൊബൈൽ ഫോൺ എന്ന് നമുക്ക് പറയാം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മൊബൈൽ ഫോൺ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അങ്ങനെയാവട്ടെ, നമ്മൾ മൊബൈൽ ഫോണിൽ കളിക്കുന്ന ടൈമിൽ, അതായത് നമ്മൾ മൊബൈൽ ഫോണിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ മറന്നു പോകുന്നൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ മൊബൈൽ ഫോണിലോട്ട് നോക്കുമ്പോൾ മാത്രം മറന്നു പോകുന്ന ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് ജസ്റ്റ് ഒന്ന് ചിമ്മാനായിട്ട് നമ്മൾ മറന്നു പോകാറുണ്ട്. അതായത് കണ്ണൊന്ന് അടയ്ക്കുവാനായിട്ട് മറന്നു പോകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ണ് ചിമ്മാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കണ്ണിൻ്റെ ഐക്കൺ വന്നിട്ട് നമ്മോട് കണ്ണ് ചിമ്മാനായിട്ട് പറയുന്നൊരു നോട്ടിഫിക്കേഷൻ തരികയാണ് കേട്ടോ. ഇനി അധികം നേരം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നീ എന്റെ നാട്ടിലൊന്ന് അന്വേഷിച്ചപ്പോ ഞാൻ ആരായിരുന്നു നീ അന്വേഷിച്ചു, ഞാൻ എന്തായിരുന്നു നീ അന്വേഷിച്ചു. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ഹേർട്ടിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നടുവിലായിട്ടൊരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഈ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നമുക്ക് സാവധാനം ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു തരികയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ കാണുന്ന ഒരു ഗ്രീൻ സർക്കിളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോടൊരു പെർമിഷൻ ചോദിക്കുന്നതാണ്. നമ്മൾ ആ ഒരു ഗിവ് പെർമിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സംഭവം ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡിസ്പ്ലേയിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ വരാനായിട്ട് നമ്മുടെ ഡിസ്പ്ലേ എടുത്തോട്ടെ എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ ചോദിച്ചത്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ഈ ഒരു ഗ്രീൻ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവിടെ ഒരു കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷനൊക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ആ ഒരു കണ്ണിൻ്റെ ഐക്കൺ എവിടെ വരണമെന്നാണ് ചോദിച്ചത്. മുകളിൽ കാണുന്ന ആ ഒരു ഓപ്ഷനിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ടോപ്പ് സെൻറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരു സെൻറ്റർ ഭാഗത്താവുമ്പോൾ നമുക്ക് ആ ഒരു തടസ്സം പോലെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ സൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനൊരു മീഡിയം പകുതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ കാണാൻ നമുക്ക് ഏത് കണ്ണിൻ്റെ ഐക്കണാണോ വേണ്ടത് ആ ഒരു ഐക്കൺ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് നിങ്ങൾ ഈ താഴെ കാണുന്ന ഈ ഒരു 5 സെക്കൻഡ് ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് 10 സെക്കൻഡ് ആക്കി വെച്ച് കൊടുക്കുക. 10 സെക്കൻഡ് ആക്കിയതിന് ശേഷം ഈ ഒരു സെലക്റ്റിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം താഴെ കാണുന്ന അപ്ഡേറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് മാറുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ഗ്രീൻ സർക്കിളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മൾ ചെയ്തതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതേ മുകളിലായിട്ട് ടോപ്പ് സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്, കണ്ണിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. ഇനി 10 സെക്കൻഡ് കഴിയുമ്പോൾ അത് വീണ്ടും വരും. ഇതേ കണ്ടോ ഗൈസ്. ഇങ്ങനെ ഓരോ 10 സെക്കൻഡ് കഴിയുമ്പോഴും ആ ഒരു ആപ്ലിക്കേഷൻ നമ്മോട് കണ്ണ് ചിമ്മാനായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓഫ് എപ്പോഴാണോ ചെയ്യുന്നത് അതുവരെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കണ്ണ് ചിമ്മാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ണ് ചിമ്മിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ ഒരു ലെൻസിന് കംപ്ലൈൻറ്റ് വരും. അതുപോലെ തന്നെ തലവേദന, കണ്ണിൻ്റെ കാഴ്ച കുറവ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ണ് ജസ്റ്റ് എപ്പോഴൊന്ന് ചിമ്മുക. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ എല്ലാ ടൈമും യൂസ് ചെയ്യാതിരിക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് ഓഫ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് തന്നെ വീണ്ടും തിരിച്ചു വരിക. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു റെഡ് സർക്കിളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓഫ് ആവുന്നതായിരിക്കും.